നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഉടനുണ്ടാകും. ഇതിന്റെ ഭാഗമായി കെ സുധാകരന് പകരക്കാരനെ സമവായത്തിൽ കണ്ടെത്താൻ ചർച്ച തുടങ്ങി. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളയാളെ ഇക്കുറി പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. നേതൃമാറ്റത്തിലെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. അടുത്ത ആഴ്ചയോടെ തീരുമാനം പ്രഖ്യാപിക്കാനാണ് AICCയുടെ നീക്കം. ആദ്യഘട്ടത്തിൽ ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ പ്രത്യേകം കണ്ടിരുന്നു. ഇതിലെ നിർദ്ദേശങ്ങളും തുടർ ചർച്ചകളുടെ പോക്കുമനുസരിച്ചാകും അന്തിമ തീരുമാനം. കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഒട്ടുമിക്ക നേതാക്കളും മുൻപോട്ട് വെച്ചു കഴിഞ്ഞു. പദവിയിൽ കടിച്ചു തൂങ്ങാനില്ലെന്ന സൂചന സുധാകരനും നൽകുന്നു. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്താകും നേതൃമാറ്റത്തിലെ അന്തിമ തീരുമാനം. പ്രഖ്യാപനത്തിന് മുമ്പ് രാഹുൽ ഗാന്ധി കെ സുധാകരനുമായി സംസാരിച്ചേക്കും. സുധാകരന് പകരം ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി M. ജോൺ തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത്. ഇതൊക്കെയാണെങ്കിലും കെ സുധാകരന് പുനഃസംഘടന അങ്ങ് അത്രയ്ക്ക് പിടിച്ച മട്ടില്ല. ആ അതിർത്തി നേതൃത്വത്തോട് നേരിട്ട് അറിയിക്കാൻ കെ സുധാകരൻ ഒരുങ്ങുകയാണ്. നിലവിൽ പുനഃസംഘടനയുമായി നടക്കുന്ന ചർച്ചകളിൽ കെ സുധാകരൻ അസ്വസ്ഥനാണ്. അടുത്ത വൃത്തങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് പരാതി. KC വേണുഗോപാലിനെ കെ സുധാകരൻ നേരിട്ട് കാണും. സംസ്ഥാനത്ത് പുനഃസംഘടനാ ചർച്ച ചൂടുപിടിക്കുന്നതിനിടെയാണ് നിർണായകമായി കൂടിക്കാഴ്ച നടക്കുന്നത്. എന്തായാലും അതിന്റെ അതിർത്തി ഹൈക്കമാൻഡെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുധാകരൻ. ഇനി KC വേണുഗോപാലിലൂടെ അതിർത്തി നേരിട്ട് അറിയിക്കുകയാണ് പുതിയ നീക്കം. അതിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച. തന്നെ മാറ്റാൻ വേണ്ടിയാണോ ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളെയും നേരിൽ കാണുന്നതെന്നും തന്നോട് പറയണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു നാളായി മുതിർന്ന നേതാക്കളെ ദീപാദാസ് മുൻഷി കണ്ടിരുന്നു. നേരത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങില്ലെന്നും മുഖ്യമന്ത്രിയാകാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും താനില്ല, തന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണെന്നാണ് സുധാകരൻ പറഞ്ഞിരുന്നത്. യുക്തിസഹമായ തീരുമാനം AICCക്ക് എടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദീപാദാസ് മുൻഷി ഒറ്റയ്ക്ക് നേതാക്കളെ കാണുന്നത് അവർക്ക് വിശ്വാസമില്ലാത്തതിനാലാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ പ്രത്യേകം കണ്ട് നേതൃമാറ്റം സംബന്ധിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. KPCCയിൽ പുനഃസംഘടന വേണമെന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡിനും ഉള്ളത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.